ഏത് ശിക്ഷയും തൽക്കാലം നമുക്ക് വേദനയാണെങ്കിലും പിന്നത്തേതിൽ പറയാൻ പറ്റും, അന്നൊരു പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നുപോയത്, അന്നൊരു പ്രശ്നങ്ങളിൽ കൂടെ ഞാൻ കടന്നുപോയത്, എൻ്റെ അപ്പനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ എന്നെ രക്ഷിക്കാൻ കഴിയാത്ത സിറ്റുവേഷനിൽ കൂടെ ഞാൻ കടന്നുപോയത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഗുണമായി തീർന്നു. എൻ്റെ 18-ാമത്തെ വയസ്സിൽ അങ്ങനെ ആമേൻ വലിയ പ്രതികൂലങ്ങളിലൂടെ പ്രശ്നങ്ങളിൽ കൂടെ ഞാൻ കടന്നുപോയത് കൊണ്ട് എൻ്റെ കുടുംബത്തിൽ ഞാൻ യേശുവിനെ കണ്ടുമുട്ടാനിടയായി. അതുവരെ ഞാൻ കണ്ട യേശു, ഫോട്ടോയിൽ കിടക്കുന്ന യേശു, ആമേൻ എവിടെയെങ്കിലും ആമേൻ സ്റ്റാച്ചു ആയിട്ട് നിൽക്കുന്ന യേശുവിനെയൊക്കെ ഞാൻ കണ്ടത്. പക്ഷേ ആർക്കും എന്നെ സഹായിക്കാൻ കഴിയാത്ത ചില സിറ്റുവേഷൻസിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ ജീവിക്കുന്നൊരു ദൈവമുണ്ടെന്ന് എൻ്റെ മുറിയിൽ ഇറങ്ങി വന്ന് എൻ്റെ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു നേരം ഭക്ഷണം വെടിഞ്ഞിരിക്കാത്ത എന്നോടവൻ പറഞ്ഞു, 21 ദിവസം നീ ഭക്ഷണം വെടിഞ്ഞിരിക്കണം, എൻ്റെ സാന്നിധ്യത്തിൽ നീ വേർതിരിക്കപ്പെടാനുണ്ട്. ആമേൻ. എന്തുവാ മിനിസ്ട്രി എന്നോ എന്തുവാ ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നതെന്നോ ഒന്നും എനിക്കറിയില്ല. എന്നാൽ ഞാൻ ആയിരുന്ന കഷ്ടത ഓർക്കുമ്പോൾ പൂർണ്ണമായിട്ട് ഞാൻ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലിരുന്നു. അന്ന് ഞാൻ കണ്ടു ആകാശമേഘങ്ങളിൽ എൻ്റെ കർത്താവ് എൻ്റെ സമീപേ ഇറങ്ങി വരുന്നു. പ്രൈസ് ദി ലോർഡ്.